ഈ നടനെ ശിക്ഷിക്കും എന്ന രീതിയിലൊരു നറേറ്റീവ് നമ്മുടെ നാട്ടിലെ ദൃശ്യമാധ്യമങ്ങൾ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു. വളരെ പ്രബലനാണ്, സമ്പന്നനാണ്, ധനവാനാണ്, അദ്ദേഹത്തിന് സ്വാധീനം വളരെ കൂടുതലാണ്, എല്ലാ രംഗത്തും അദ്ദേഹത്തിൻ്റെ കൈകളെത്തും. അപ്പോൾ നമ്മുടെ പൊതുബോധത്തിന് ദിലീപിനെ ശിക്ഷിക്കേണ്ട ഒരു ആവശ്യമായിരുന്നു. പക്ഷേ തെളിവുകൾ അപര്യാപ്തമായതുകൊണ്ട് വെറുതെ വിടുകയല്ലാതെ ജഡ്ജിക്ക് വേറെ മാർഗമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ കേസിൽ വലിയൊരു അട്ടിമറി ഉണ്ടായി? വിചാരണ നീതിപൂർവമായിട്ട് നടത്താൻ കഴിഞ്ഞില്ല. ജഡ്ജി പ്രതികളോട് അമിതമായ അനുഭവം പ്രകടിപ്പിക്കും, പ്രോസിക്യൂഷനോട് അധികമായ അമർഷം പ്രകടിപ്പിക്കുകയും ചെയ്യും എന്നാണ്. അപ്പോൾ ഈ വിധിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടപടിക്രമത്തിൽ പാളിച്ച വന്നിട്ടുണ്ടെങ്കിൽ മേൽക്കോടതിയിൽ പോയി അത് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. സർക്കാർ അപ്പീൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അതിജീവിതയും മേൽക്കോടതിയെ സമീപിക്കും എന്ന് പറഞ്ഞു. സിനിമാ നടൻ ദിലീപ് 8ാം പ്രതിയായിട്ടുണ്ടായിരുന്ന എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടന്ന വിഖ്യാതമായ നടിയെ പീഡിപ്പിച്ച കേസിൻ്റെ വിധി വന്നിട്ട് കുറച്ച് ദിവസമായി. ഈ വിധി വന്ന സമയം മുതൽക്ക് അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം മുതൽക്ക് ഇത് വലിയ ചർച്ചാ വിഷയമാകുകയും ഈ നടനെ ശിക്ഷിക്കും എന്ന രീതിയിലൊരു നറേറ്റീവ് നമ്മുടെ നാട്ടിലെ ദൃശ്യമാധ്യമങ്ങൾ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഏതെങ്കിലും ഒരു ചാനലല്ല, മിക്കവാറും എല്ലാ ചാനലും ഇയാളെ ശിക്ഷിക്കും എന്ന രീതിയിലുള്ള ഒരു ധാരണയാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയത്. എന്നാൽ ഈ കേസുമായിട്ട് അടുത്ത് അറിയാവുന്ന ആർക്കും അറിയാവുന്ന ഒരു കാര്യം, ഈ കുറ്റം ചെയ്ത ആളുകളെ, അതായത് പൾസർ സുനി മുതൽക്ക് അങ്ങോട്ടുള്ള കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളെ കോടതി ശിക്ഷിക്കും. നേരെ മറിച്ച് ഗൂഢാലോചന തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ കേസിൽ പ്രത്യേകിച്ച് ദുഷ്കരമാണ്. കാരണം പ്രതി വളരെ പ്രബലനാണ്, സമ്പന്നനാണ്, ധനവാനാണ്, അദ്ദേഹത്തിന് സ്വാധീനം വളരെ കൂടുതലാണ്, എല്ലാ രംഗത്തും അദ്ദേഹത്തിൻ്റെ കൈകളെത്തും. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട സാക്ഷികൾ പലരും കൂറുമാറി. ഇദ്ദേഹത്തെ ഈ കേസുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകൾ, കുറ്റകൃത്യവുമായിട്ട് പ്രതിയെ കണക്ട് ചെയ്യുന്ന ആളുകൾ കൂറുമാറിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന കേസ് നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്, അദ്ദേഹത്തെ വെറുതെ വിടും എന്നൊരു ധാരണ നിയമവൃത്തങ്ങളിൽ നേരത്തെ മുതലുണ്ടായിരുന്നു. എനിക്ക് ഈ കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഞാൻ തന്നെ മറുനാട് മലയാളിയിൽ കാര്യം നേരത്തെ പറഞ്ഞതുമാണ്. ദിലീപിനെ വെറുതെ വിടാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്ന കാര്യം അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ നമ്മുടെ പൊതുബോധത്തിന് ദിലീപിനെ ശിക്ഷിക്കേണ്ട ഒരു ആവശ്യമായിരുന്നു. പക്ഷേ തെളിവുകൾ അപര്യാപ്തമായതുകൊണ്ട് വെറുതെ വിടുകയല്ലാതെ ജഡ്ജിക്ക് വേറെ മാർഗമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ കേസിൽ വലിയൊരു അട്ടിമറി ഉണ്ടായി എന്ന രീതിയിലുള്ള ചർച്ച ശക്തമായിട്ട് വന്നു. മാത്രമല്ല ടെലിവിഷൻ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാകേണ്ടത് അവരുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. കാരണം വെച്ചാൽ തലേ ദിവസം അവർ കൊടുത്ത നറേറ്റീവിന് വിപരീതമായിട്ടുള്ള ഒരു വിധിയാണ് വന്നത്. അതുമാത്രവുമല്ല, ഈ പ്രതിയെ ശിക്ഷിക്കണം, ദിലീപിനെ ശിക്ഷിക്കണം എന്ന ആഗ്രഹം സാധാരണക്കാരുടെ ഇടയിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. കാരണം ദിലീപാണ് ഇതിൻ്റെ സൂത്രധാരൻ എന്ന കാര്യത്തിൽ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഒരു സംശയമില്ല. പക്ഷേ നമ്മുടെ ധാരണയുടെ അടിസ്ഥാനത്തിലോ പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലല്ലോ കോടതി ശിക്ഷ വിധിക്കേണ്ടത്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ വലിയ അമ്പരപ്പുണ്ടായി, വലിയ ഞെട്ടലുണ്ടായി. അങ്ങനെ ഒരു ധാരണ വളരെ ശക്തമായ രീതിയിൽ വന്നു. അപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം ഫ്ലാഷ് ബാക്കിൽ വന്നത്. അതായത് ഈ കേസിൻ്റെ വിചാരണ തുടങ്ങിയത് മുതൽക്ക് ന്യായാധിപ ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എന്നൊരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിക്ക് കുറച്ച് അടിസ്ഥാനവും ഉണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. കാരണം അതിജീവിതം തന്നെ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു, സർക്കാരും പെറ്റീഷൻ കൊടുത്തു. കോടതി മാറ്റണം, ജഡ്ജിയെ മാറ്റണം, സ്ത്രീ ജഡ്ജി തന്നെ വേണമെന്നില്ല, പുരുഷ ജഡ്ജിയായാലും മതി എന്നൊരാവശ്യം അവർ മുന്നോട്ട് വെച്ചു. അത് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. സുപ്രീം കോടതിയിൽ പോയി, അവിടെ രക്ഷ കിട്ടിയില്ല. വനിതാ ജഡ്ജി തന്നെ വിചാരണ ചെയ്താൽ മതി, കേസ് ഇനി നീട്ടിക്കൊണ്ടു പോരുത് എന്ന നിർദ്ദേശത്തോട്ട് അത് മടക്കി അയക്കുകയാണ് ചെയ്തത്. അതേ തുടർന്ന് ആദ്യം കേസ് നടത്തിയിരുന്ന പ്രോസിക്യൂട്ടർ രാജിവെച്ചു പോയി, മറ്റൊരു പ്രോസിക്യൂട്ടർ ഏർപ്പെടുത്തി. അദ്ദേഹവും ഈ ജഡ്ജിയുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്ന് കണ്ട് രാജിവെച്ചു പോയി. അതിനുശേഷം വന്ന മൂന്നാമത്തെ പ്രോസിക്യൂട്ടറാണ് ഈ കേസ് നടത്തിയത്. ആ പ്രോസിക്യൂട്ടറുടെ ചില അഭിപ്രായങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു. അദ്ദേഹവും പറയുന്നത് വിചാരണ നീതിപൂർവമായിട്ട് നടത്താൻ കഴിഞ്ഞില്ല. ജഡ്ജി പ്രതികളോട് അമിതമായ അനുഭവം പ്രകടിപ്പിക്കും, പ്രോസിക്യൂഷനോട് അധികമായ അമർഷം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പത്രത്തിൽ വായിച്ചാണ്.
അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കുന്ന ഇങ്ങനൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ജഡ്ജിക്കെതിരായിട്ട് വലിയ വിമർശനം ഉണ്ടാകുന്നതും സ്വാഭാവികമാണ്. നമ്മൾക്ക് കോടതി വിധിയെ കുറ്റപ്പെടുത്താം, വിധിച്ച ജഡ്ജിയെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്, നീതിശാസ്ത്രത്തിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ജഡ്ജിമാരെ സംബന്ധിച്ചോളം അവർക്ക് വിധിക്കുന്ന കേസുകളെ സംബന്ധിച്ചോളം അതിൻ്റെ പേരിൽ മറ്റ് നടപടികൾ അവർക്ക് നേരെ കൈക്കൊള്ളാൻ പാടില്ല, സിവിലായിട്ടോ ക്രിമിനലായിട്ടോ കേസെടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ട്. അവർ ദുരുദ്ദേശപരമായിട്ട് അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗം ചെയ്ത് ഒരാളെ ശിക്ഷിക്കുകയോ വെറുതെ വിടുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കാം. അപ്പോഴേ ഡിപ്പാർട്ട്മെൻറ്റലായിട്ടുള്ള നടപടി എടുക്കാനേ പറ്റുള്ളൂ, അല്ലാതെ സിവിലായിട്ടോ ക്രിമിനലായിട്ടോ കേസ് കൊടുക്കാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ നിയമവ്യവസ്ഥ. അപ്പോൾ ഈ വിധിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടപടിക്രമത്തിൽ പാളിച്ച വന്നിട്ടുണ്ടെങ്കിൽ മേൽക്കോടതിയിൽ പോയി അത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. സർക്കാർ അപ്പീൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അതിജീവിതയും മേൽക്കോടതിയെ സമീപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ള മറ്റാളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വല്ല വനിതാ സംഘടനക്കാരും മറ്റും ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്കാം. സൂര്യനെല്ലി കേസിൽ അങ്ങനെ ഉണ്ടായത്. ഹൈക്കോടതി മിക്കവാറും എല്ലാ പ്രതികളും വെറുതെ വിട്ടു. ധർമ്മരാജന് മാത്രം ശിക്ഷിച്ചു. അദ്ദേഹത്തിന് തന്നെ ജീവപര്യന്തം ഏതാണ്ട് 5 കൊല്ലം തടവായിട്ട് ചുരുക്കി. അതിനെതിരെ ആ കേസിലെ അതിജീവിത സുപ്രീം കോടതി സമീപിച്ചു, സർക്കാരും സമീപിച്ചു, പിന്നെ അന്വേഷി മുതലായ വനിതാ സംഘടനകളും സമീപിച്ചു. അങ്ങനെയാണ് സുപ്രീം കോടതി ഹൈക്കോടതി വിധി റദ്ദാക്കി വീണ്ടും അത് ഹൈക്കോടതിയിലേക്ക് റിമാൻഡ് ചെയ്ത് ഹൈക്കോടതി രണ്ടാമത് വാദം കേട്ട് പ്രതികളെ ശിക്ഷിച്ചത്. അതിപ്പോൾ വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. പ്രതികൾ മിക്കവരും തന്നെ ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ട്, വകുപ്പുണ്ട്, അത് ചെയ്യേണ്ടതുമാണ്. പ്രത്യേകിച്ച് ഈ കോടതി വിധി വലിയൊരു വിഭാഗം ആളുകളെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ, സർക്കാരിനും അതിജീവിതയ്ക്കും പരാതിയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഹൈക്കോടതിയെ സമീപിക്കേണ്ടതാണ്. ഹൈക്കോടതിയിൽ അന്തിമമായൊരു തീർപ്പ് ഉണ്ടാക്കേണ്ടതുമാണ്. പക്ഷേ അതുവരെ ഈ ജഡ്ജിയെ തുടർന്നും വിമർശിക്കുക പോലുമല്ല, അതിനേക്കാളും നീചമായ രീതിയിൽ ആക്ഷേപിക്കും, പരിഹസിക്കും, അവരുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അനുചിതമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അവരുടെ നടപടിക്രമങ്ങളിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ഇത് പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതിനുള്ള ഫോറം ഇതല്ല. അവർ സാമൂഹ്യ മാധ്യമത്തിൽ വേട്ടയാടുകയല്ല ചെയ്യേണ്ടത്. അതിന് നിയമപരമായ പരിഹാരം കണ്ടെത്താനാണ് താല്പര്യമുള്ള ആളുകൾ ചെയ്യേണ്ടത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ വിധി വന്നതിന് ശേഷം ദിലീപിൻ്റെ ഫാൻസും നമ്മുടെ നാട്ടിലെ ചില ഹിന്ദുത്വ ശക്തികളുമൊക്കെ ഈ അതിജീവിതയായ നടിക്കെതിരായിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ ജഡ്ജിയെ പറ്റി പറഞ്ഞ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ നീചമായ രീതിയിലുള്ള സൈബർ ഗുണ്ട ആക്രമണം നടത്തുന്നുണ്ട് എന്ന കാര്യവും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ വക കാര്യങ്ങളിലൊക്കെ സർക്കാരാണ് കൃത്യമായ നടപടി എടുക്കേണ്ടത് എന്ന് മാത്രം ഞാൻ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു.